ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ Q&A ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് Q&A, കമൻറ്റ് ഇടാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ പണ്ടത്തെ ചാനലിൻ്റെ ഒരു Q&A ആണ്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, Q&A ആയാലും എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനലിൽ പോയതുകൊണ്ട് പിന്നെ ഈ ഒരു ചാനലിൽ ഇടാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനൊരു ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് ചോദിക്കാം. ഇതാ ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെച്ചിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട, സ്പീഡിൽ അങ്ങ് എഴുതി പോയപ്പോൾ അങ്ങ് ആയതാണ്. അപ്പോൾ Q&A ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ മൊത്തം ഇപ്പോൾ പറഞ്ഞാൽ അതിൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 30 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 3 കളേഴ്സ് ഇഷ്ടമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ സൈനോസോഫ്റ്റെക്കിൻ്റെ ഒക്കെ ഈ ഒരു കളർ, ഈ ഒരു പെന്നാൻ്റെ ഒരു ക്യാപ്പിൻ്റെ കളറാണ് ഒന്ന്. പിന്നെ ബ്ലാക്ക്, പിന്നെ പർപ്പിൾ. പർപ്പിൾ മീൻസ് ഒരു ഡാർക്ക്, ഈ ഒരു പർപ്പിൾ കയ്യിൽ തന്നെ ഇരുന്നിട്ട് ചുറ്റും നോക്കണം. ഈ ഒരു പർപ്പിളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ബ്ലാക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ ഇവിടെ വണ്ടിയിലേക്ക് ശബ്ദം കേൾക്കുക, കാരണം ഞാൻ പുറത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് വണ്ടിയിലേക്ക് ശബ്ദം കേൾക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സോങ്? ഫേവറേറ്റ് സോങ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമുണ്ട്. എങ്കിലും ആരത്തിക്ക് സെന്ത് നമ്മളെ ലോകയിലുള്ള ആ ഒരു പാട്ടാണ് ഇപ്പോൾ ഇഷ്ടമുള്ളത്. ഇതിട്ടെന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പ്, ഒരാഴ്ച മുമ്പ്, 1 വർഷം മുമ്പൊക്കെയാണ് ഇതിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. സ്റ്റിക്കർ കളക്ഷൻ ഉണ്ടെങ്കിൽ കാണിച്ച് തരുന്നു. സ്റ്റിക്കർ കളക്ഷൻ ഉണ്ട് ഗൈസ്, എനിക്ക് കുറേ സ്റ്റിക്കർ കളക്ഷൻ ഉണ്ട്. ബട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല. കളക്ഷൻ ഉണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല. സോ ഞാൻ അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാമേ. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ബെസ്റ്റി നെയിം മീൻസ് തന്മയ, അനാമിക. 2 അനാമികയുണ്ട്, 2 അനാമിക. തന്മയും 2 അനാമികയാണ് എൻ്റെ ബെസ്റ്റീസ് എന്ന് പറയാം. യു ലൈക്ക് ടു ഡാൻസ്? യെസ് ഗൈസ്, ഇപ്പോൾ വണ്ടി പോയാണ്. യു ലൈക്ക് ടു ഡാൻസ്? എനിക്ക് കളിക്കാൻ ഇഷ്ടമുണ്ട്. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഡാൻസ് തന്നെയായിരുന്നു, ഫുൾ ടൈം ഡാൻസ്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ കുറച്ചൊന്ന് പാട്ടിലോട്ടായി. പക്ഷേ ഡാൻസ് ഇഷ്ടമുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ പാട്ടിലോട്ടാണ്. എങ്കിലും ഡാൻസ് ഇഷ്ടമുണ്ട് കേട്ടോ. ഡാൻസ് ഇഷ്ടമില്ല എന്ന് ഞാൻ പറയുന്നില്ല, കളിക്കും. എങ്കിലും ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കഴിഞ്ഞ വർഷം വരെയൊക്കെ സ്കൂളിൽ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 5ാം ക്ലാസ് ആയിട്ട് വേറെ സ്കൂളല്ല, ആ ഒരു ഇതിലുള്ളതാണ്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് ഒരു സ്കൂളുണ്ട്, അതിൽ ആണ് ഹൈസ്കൂൾ, UP ഒക്കെ. ഇപ്പുറത്തെല്ലാം മറ്റേ ശിശു ഒക്കെയാണ്. അപ്പോൾ ഇപ്പുറത്തെ ഇതിൽ സ്കൂളിൽ ഡാൻസ് ഒന്നും അങ്ങനെ പഠിപ്പിക്കത്തില്ല, നമ്മളങ്ങനെ താനെ പഠിച്ച് കളിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ കളർ ചേഞ്ച് ആയത്, ലൈറ്റ് ഓഫായാണ്, കറണ്ട് പോയി, അതുകൊണ്ടാണ് കളർ ചേഞ്ച് ആയത്. അപ്പോൾ അവിടെ ഡാൻസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ പാട്ടിലോട്ടായി, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഡാൻസ് ഇഷ്ടമുണ്ട്. ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ റേഡിയോ വച്ചിരിക്കുന്നതാണ്. ബാക്കി ഇതുവരെയാണ് പറഞ്ഞത്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം? ഫേവറേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഡിയോയുടെ ശബ്ദം, നിങ്ങൾക്ക് ആ ഒരു ശബ്ദം കേൾക്കുമെന്ന് അറിഞ്ഞിട്ടില്ല, എങ്കിലും ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ. എനിക്കൊരു മാതിരമുണ്ട്, ഇപ്പം അങ്ങ് പോയി. ആ ലോറിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് റേഡിയോ വെച്ചിട്ട്. അപ്പോൾ ഫേവറേറ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ട സമയം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ സ്കേരി ടീച്ചർ ഉണ്ടായിരുന്നല്ലോ, അതും ദി ബേബി ഇൻ യെല്ലോ, അങ്ങനത്തെ ഗെയിംസൊക്കെ ആയിരുന്നു കൂടുതലും. പിന്നെ ഗ്രാനി ഇഷ്ടമുണ്ടായിരുന്നു, അതൊക്കെയായിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെയൊക്കെ ട്യൂൺ ഇട്ടിട്ട്. അത് ആ ഗെയിമിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ, ഈ ക്രിസ്മസിൻ്റെ ട്യൂണെന്ന് പറയാം. അപ്പോൾ ക്രിസ്മസിൻ്റെ ട്യൂണൊക്കെ ഇട്ടിട്ട്
ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തതൊന്ന് കാണണം, കണ്ടാൽ മാത്രം പോലെ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ആ ഒരു ഗെയിമാണ് ഇപ്പോൾ ഇഷ്ടം. പിന്നെ ഒരു ഫുട്ബോളിൻ്റെ ഒരു ഗെയിമുണ്ട്, അതാണ് ഇപ്പോൾ ഇഷ്ടമുള്ളത്. വീട്ടിൽ വിളിക്കുന്ന പേരെന്തോന്ന്? വീട്ടിൽ വിളിക്കുന്നതന്നെ ജില്ലെന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. വെറൈറ്റി പേരല്ലേ, ജില്ലെന്നാണ് വിളിക്കുന്നത്, അല്ലാതെ വേറെ പേരൊന്നുമില്ല. JILL അത്രയാണ്. In your class, which student's character you mostly like? എൻ്റെ ക്ലാസ്സിലെ ഏത് കുട്ടിയുടെ ക്യാരക്ടറാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ അനാമികയാണ്. എൻ്റെ ക്ലാസ്സിലെ അനാമിക എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടറാണ് എനിക്കിഷ്ടം. റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 2-3 ദിവസമൊക്കെ വന്നില്ല എന്ന് വെച്ചോ, ക്ലാസ്സിൽ പോയിട്ടില്ല എന്ന് വെച്ചോ, നമുക്ക് അപ്പം തന്നെ ആ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിൻ്റെ ആ ഒരു നോട്ട് കാണാം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് എല്ലാ നോട്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മടിയൊക്കെ കാണില്ലേ? ഇല്ലേ? എനിക്കുണ്ട്. അപ്പോൾ അവൾ വന്ന് ചോദിക്കും ഹെൽപ്പ് ചെയ്ത് തരണമെന്ന്. അപ്പോൾ ഞാൻ അടുത്ത എല്ലാ ബുക്കും കൂടെ അവൾക്ക് കൊടുക്കും, അതിൻ്റെ അവൾ ഹെൽപ്പ് ചെയ്തും തരും. അതാണ് എനിക്ക് അവളെ സ്വഭാവം ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, പിന്നെ അവൾ നല്ല വെറുതെ പഠിക്കുവേ, ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. കമ്മലും മേക്കപ്പ് സാധനങ്ങളും കാണിച്ചു തരുന്നു. അഫ്കോഴ്സ് കാണിച്ചു തരാം, പക്ഷേ ഞാൻ ഒന്ന് എടുക്കണം. എൻ്റെ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, എടുത്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെയും കുറേ ഉണ്ട്, പക്ഷെ അതൊന്നും കാണാനില്ല. എൻ്റെ സ്വഭാവമാണെങ്കിൽ ഞാൻ ഒന്ന് സൂക്ഷിച്ച് വെക്കാറില്ല. ഒരു എടുക്കുന്നതെന്ന് കാണും, അല്ലാതെ ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരു കമ്മലെന്ന് പറഞ്ഞാൽ ഇതാണ്, നല്ല ഇഷ്ടമാണ് എനിക്ക്. ഇതാണ് ആദ്യത്തെ കമ്മൽ. രണ്ടാമത്തെ ചിലതൊക്കെ ഒടിഞ്ഞു പോയി, ചിലതൊക്കെ ഒന്നേ ഉള്ളൂ, ചിലതൊക്കെ ഈ ഒരു അടപ്പില്ല, അതൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഈ ഒരു കമ്മൽ ഒന്നേ ഉള്ളൂ. ഈ ഒരു കമ്മലെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഈ ഒരു കമ്മലും ഒന്നേ ഉള്ളൂ. പിന്നെ ഇത് ഒരു ആപ്പിൾ പോലത്തേക്ക് കമ്മലാണ്. പിന്നെ ഈ ഒരു കമ്മലുണ്ട്, ഇതൊന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ മറ്റേ അടപ്പില്ല, പക്ഷെ 2 എണ്ണം ഉണ്ട്. ഒന്നുള്ള കമ്മലിൻ്റെയൊക്കെ അടപ്പ് യൂസ് ചെയ്യാം നമുക്ക്. അതല്ലാതെ ഈ ഒരു 2 കമ്മലുണ്ട്, പക്ഷേ ഇതിൻ്റെ ഈ ഒരു കമ്പി ഒത്തൊരു സാധനം ഒടിഞ്ഞിരിക്കുന്നു കേട്ടോ, ചരിഞ്ഞൊക്കെ ഇരിക്കുകയാണ്, വീഡിയോയിൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു കമ്മൽ ഒന്നേ ഉള്ളൂ, ഒരു ബിയറിൻ്റെ കമ്മലാണ്. അപ്പോൾ കമ്മൽ ഇത്രയൊക്കെ തന്നെ, ഇനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതൊരു പർപ്പിൾ പോലത്തേക്ക് ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ പോലത്തെയാണ്, പക്ഷേ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എൻ്റെ ലിപ്പിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പർപ്പിൾ പോലത്തെ ബ്രൗൺ പോലത്തെ ആണെങ്കിലും ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെ ഉണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിന്. അപ്പോൾ പിന്നെ കാണിച്ചു തരാവേ. ഇതിന് ഈ ഒരു ഷെയ്ഡും ഈ ബ്രൗണാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. ഈ ഒരു ഷെയ്ഡാണ് ഈ ബ്രൗണ്. അടുത്ത ഏകദേശം 2 ഒരേപോലെയൊക്കെ തന്നെയാണ്. ഈ താഴെ കാണുന്ന ഷെയ്ഡാണ്, ഈ ഒരു ഷെയ്ഡാണ് ഇത്. ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. ഞാൻ ലൈറ്റ് ഓഫ് ആയിട്ട് കാണിച്ചു തരാവേ. ഇത് ഇത് രണ്ടും കൂടെ സ്പ്രെഡ് ചെയ്തപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയത്. കാണാൻ പറ്റുന്നില്ല ഗൈസ്, ഒരു കളറാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന കളറും നേരിട്ട് കാണുന്ന കളറും വേറെയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു പേപ്പർ കീറൊന്ന് ടച്ച് ചെയ്യാം. പർപ്പിൾ കളറൊക്കെ വരും, രണ്ടും കൂടെ മിക്സ് ചെയ്താൽ. ഏകദേശം രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ് സൈസ്. പിന്നെ ഈ ഒരു മാസിൻ്റെ ഐ ഷാഡോ ആണ്. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചായിരുന്നു, എങ്കിലും ഞാൻ ഒന്ന് കാണിച്ചു തരാം. അല്ലാതെ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണേ.
ഇതാണ് നമ്മളെ ഐ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇത്രയും കളേഴ്സ് ഉണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ലിപ് ബാമാണ്. ലിപ് ബാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. നല്ല മണമാണ് ഗൈസ്. ഞാൻ ഇത് ഉപയോഗിക്കും കേട്ടോ, മിക്കപ്പോഴും ഉപയോഗിക്കും ഗൈസ്. അടുത്തൊരു വാട്ടർ പ്രൂഫിൻ്റെ ലിപ് ബാം ആണ്, ഐലൈനറാണ്. ഞാൻ ഇപ്പോൾ ഐലൈനർ വരച്ചിട്ടില്ലെങ്കിലും കണ്ണ് വരച്ച് കാണിച്ചത് ഒരു ഇങ്ങനെ ക്യാമറ നോക്കി വരയ്ക്കുന്ന പാടാണ്. ഇതിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെയോ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വാരല്ല വരയ്ക്കുന്നത്, പക്ഷെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തന്നെയാണ് കേട്ടോ. പിന്നെ അല്ലാതെ വേറൊരു വാട്ടർ പ്രൂഫിൻ്റെ ഈ ഒരു ഐലൈനർ, പിന്നെ ബ്രഷസ് ആണ് ഈ മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ്, കുറേ ടൈപ്സ് ഉണ്ട്. അയ്യോ പോയി കിട്ടി, എന്താ തറയെ പോയില്ല. എന്താ അപ്പോൾ ഇതാണ് ഐബ്രോ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ആരാവണമെന്നാണ് ആഗ്രഹം? എനിക്ക് പണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചർ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ IFS ആണ് ഗൈസ്. IFS ആണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ എനിക്കൊരു കുറച്ച് പ്ലാനിങ് ഉണ്ട്. IFS കിട്ടിയില്ലെങ്കിൽ ടീച്ചർ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എടുക്കും. കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഡോണറ്റ്സ് അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലത്തെ ജോലിയൊക്കെ തന്നെ എടുക്കാറുണ്ട്. വാട്ട് ഈസ് യുവർ ഹോബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിയൊരു ഹോബിയാണ് ജേർണലിങ് ചെയ്യുക. ഇവിടെ തന്നെ എൻ്റെ ബുക്കുണ്ട്, ജേർണലിങ് ബുക്ക്. അപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ ഒരു ജേർണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഇതൊരു ഹോബിയാണ്. പിന്നെ TV കാണും, ഫോൺ കാണും, ചുമ്മാ തന്നെ പാട്ട് കാണും, ചുമ്മാ തന്നെ ഡാൻസ് കാണും, അതൊക്കെ ഒരു ഹോബിയാണ്. സ്കൂളിലെ ബോക്സ് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സ്കൂളിലെ ബോക്സ്. ഓക്കെ, കാണിച്ചു തരാവേ. ബെൻറ്റൻ നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളെ കവായി ഗേൾ ഒട്ടിച്ചിട്ടുണ്ട്, എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പേന, പെൻസില്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറക്കുന്നതല്ല അറിയാലോ, ആ സാധനമാണ് ഷാർപ്പ്നർ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നും വെച്ചിട്ടില്ല. ഇതിൻ്റെ ഇതുപോലത്തെ ഒരു സാധനം കളഞ്ഞുപോയി. സോ അതുകൊണ്ട് അത് അങ്ങനെ ചേർന്നിരിക്കത്തില്ല. അവിടെ എന്താ വെച്ചാൽ കളഞ്ഞു. ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ചപ്പും ചവറും. സ്കെയിലുണ്ട്. ഇതെന്തോ ഒരു പേപ്പറാണ്, ഒരു പ്ലാൻ പേപ്പറുണ്ട് കേട്ടോ, ഒന്നുമില്ല. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, സ്കെയിലുണ്ട്. ഇത് സ്കെയിലിൻ്റെ കവറാണ്. എനിക്ക് മടി കാരണം ഞാൻ അതിൻ്റെ അകത്ത് കയറ്റി വെച്ചില്ല. നമുക്കിപ്പോൾ കയറ്റി വയ്ക്കാം. പിന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഈ പേപ്പറൊക്കെ നമുക്ക് കുരുട്ടി വെളിയിലറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ. ബോക്സ് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബിരിയാണി ആയിരുന്നു പണ്ട് ഇഷ്ടമുള്ളത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുഴിമന്തി, ഷവർമ, അൽഫാം അങ്ങനെയൊക്കെയാണ്. ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ യുവർ ഫാമിലി? 4 പേരാണുള്ളത്. അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി. വേർ ആർ യു കമ്മിങ് ഫ്രം? ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ പുന്നക്കാട് നെയ്യാറ്റിൻകര അവിടെയാണ്.
വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡി? ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, തന്മയും 2 അനാമികയുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്താണ് യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം മീൻസ് ഞാൻ പറഞ്ഞില്ലേ, പഴയ യൂട്യൂബ് ചാനലിലുള്ള ഇതൊക്കെയാണ്, ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞില്ലേ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പഴയ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അതിൻ്റെ പേര് സന്തോഷ് സദാനന്ദൻ എന്നായിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് എടുക്കുന്ന ആ ഒരു ഫോണാണെങ്കിൽ റീഫ്രഷൊക്കെ ആയി. പിന്നെ നമുക്ക് ആ അക്കൗണ്ട് കിട്ടിയില്ല, എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാം, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ മറ്റേ ചാനലെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ വീഡിയോസൊക്കെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, 28 വീഡിയോസ് എന്തൊക്കെ ഇട്ടിട്ടുള്ളൂ. ഏതുവരെ എത്തി? വാട്ട് ഈസ് യുവർ ചേച്ചി നെയിം? എൻ്റെ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാൽ സൗപർണിക എന്നാണ് എൻ്റെ ചേച്ചിയുടെ പേര്. എഡിറ്റിംഗ് ആരാണ് പഠിപ്പിച്ചത്? ആര് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ചേട്ടനുണ്ട്, അപ്പോൾ ആ ചേട്ടനാണ് പഠിപ്പിച്ചത്. ഇൻ വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡി? ഞാൻ ന്യൂ HSS നെല്ലിമൂടാണ്, ഓർ ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂടാണ് പഠിക്കുന്നത്. വാട്ട് ഈസ് യുവർ നെയിം? എൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ദേവിക എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേര് ജില്ല എന്നുമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ യൂട്യൂബ് ചാനലുണ്ടോ? അതെ ഗൈസ്, വേറെ യൂട്യൂബ് ചാനലുണ്ട്, ജില്ലൻസിലും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതായിട്ട് ജില്ലൻസിലും ക്യൂട്ട് ഡ്രീംസുമാണ്. അല്ലാതെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഫോണൊക്കെ ഇതായെന്ന്, അപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് സന്തോഷ് സദാനന്ദൻ. അപ്പോൾ മൊത്തത്തിൽ 3 യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ ഉപയോഗിക്കുന്നത് 2 ജില്ലൻസിലും ഈ ഒരു ക്യൂട്ട് ഡ്രീംസുമാണ്. ന്യൂ ക്രാഫ്റ്റ് ഇടുമോ? പിന്നെന്താ, ഇടാം കേട്ടോ. ഹൗ ഓൾഡ് ആർ യു? എനിക്കിപ്പോൾ 11 വയസ്സായി. 2026 ഏപ്രിലിൽ എനിക്ക് 12 വയസ്സാവും. ചേച്ചി മേക്കപ്പ് വീഡിയോസ് ഇടുമോ? ഇടാം. ഞാൻ ഒന്നേ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം ഇടും, അല്ലെങ്കിൽ ട്രാൻസിഷനായിട്ട് എല്ലാം ഇടാറ്. ഡാൻസ് വീഡിയോസ് ഇടുമോ? ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി. ഡാൻസ് വീഡിയോസ് ഇടുമെന്ന് ചോദിച്ചാൽ ജില്ലൻസിൽ മൊത്തവും ഡാൻസ് വീഡിയോസാണ്. അങ്ങനെ ഇപ്പോൾ ഇതേപോലെ വ്ളോഗൊന്നുമില്ല, ഫുള്ള് ഡാൻസ് വീഡിയോസാണ്. ന്യൂ ഗെയിംസ് ഇടുമോ? പിന്നെന്താ ഇടാമല്ലോ. ബ്ലാക്ക് പിങ്ക് ഓർ BTS ഫാൻ? ഓഫ് കോഴ്സ് ബ്ലാക്ക് പിങ്ക്. എനിക്ക് ബ്ലാക്ക് പിങ്കാണ് ഭയങ്കര ഇഷ്ടം. BTS ഒക്കെ ആര് നോക്കുമെന്നല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ബട്ട് ബ്ലാക്ക് പിങ്കിൻ്റെ പാട്ടുകളും അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു Q&A എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ടിങ് ടിങ്. ബൈ.